നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 13-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലത്തെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ പ്രായപരിധി 24 നിന്നും 27 വയസ്സായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉയർത്തി. സ്വകാര്യ ബസ്സുകളിൽ കൺസെഷനെ ചൊല്ലി വിദ്യാർത്ഥികളും ജീവനക്കാരും തമ്മിൽ തർക്കങ്ങൾ പതിവായ പശ്ചാത്തലത്തിലാണ് യാത്രാപരിധി 40 കിലോമീറ്റർ ആയിട്ടും സമയക്രമം രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെയായിട്ടും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പുതിയ ഇടപെടൽ. എന്നാൽ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫുൾ ടൈം വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. ക്രാഷ് കോഴ്സുകൾ ചെയ്യുന്നവർക്കും പാർട്ട് ടൈം വിദ്യാർത്ഥികൾക്കുമൊക്കെ തന്നെ ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. കൺസെഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പാക്കാനായിട്ട് നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കുകയാണ്. ഇതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം MVD ലീഡ്സ് എന്ന മൊബൈൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് വിദ്യാർത്ഥികൾ ഈ ആപ്പ് വഴി അപേക്ഷിക്കുമ്പോൾ സ്ഥാപനങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപേക്ഷകൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയെന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം കൺസെഷൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ഇതിനകം തന്നെ പ്രതിസന്ധിയിലായ സാധാരണക്കാർക്ക് പച്ചക്കറിയുടെ ഈ വിലക്കയറ്റം ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് വില കൂടാൻ പ്രധാന കാരണം. കനത്ത മഴയെ തുടർന്ന് ഉൽപ്പാദനം വലിയ തോതിൽ ഇടിഞ്ഞത് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇതിനൊപ്പം തന്നെ ഇന്ധനവില വർധനവും ചരക്കുകൂലി കൂടിയതുമൊക്കെ തന്നെ വിപണിയിൽ വില ഉയരാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്ധനവില വർധനവും ചരക്കുകൂലി കൂടിയതുമൊക്കെ തന്നെ വിപണിയിൽ വില ഉയരാൻ ഇടയാക്കിയിട്ടുണ്ട്. വിലക്കയറ്റത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇഞ്ചിയാണ്. കിലോഗ്രാമിന് 250 രൂപ വരെയാണ് ഇഞ്ചിയുടെ ഇപ്പോഴത്തെ വില. കനത്ത മഴയെ തുടർന്ന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദനത്തിൽ 75% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. സാധാരണയായി 1 ടൺ ഇഞ്ചി ലഭിക്കേണ്ട സ്ഥാനത്ത് നിലവിൽ തോട്ടങ്ങളിൽ നിന്ന് വെറും 250 ഗ്രാം മാത്രമാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഇഞ്ചിക്കൊപ്പം വെളുത്തുള്ളിക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ 180 മുതൽ 200 രൂപ വരെ നിരക്കിലാണ് ഇപ്പോൾ വെളുത്തുള്ളി വിൽക്കുന്നത്. മറ്റ് പച്ചക്കറികളുടെയൊക്കെ തന്നെ വില പരിശോധിച്ചാൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ബീൻസിന് 90 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. ക്യാരറ്റിന് 65 മുതൽ 70 രൂപ വരെയും ബീട്രൂട്ടിന് 48 മുതൽ 60 രൂപ വരെയുമാണ് വിപണിയിലെ വില. കോളിഫ്ലവർ ആകട്ടെ 39 മുതൽ 56 രൂപ വരെയും, ക്യാബേജ് 44 മുതൽ 56 രൂപ വരെയും, വെണ്ടയ്ക്ക 35 മുതൽ 40 രൂപ വരെയും നൽകണം. സവാള വിലയാകട്ടെ 32 മുതൽ 35 രൂപ വരെയായി ഉയർന്നപ്പോൾ തക്കാളി വില കിലോഗ്രാമിന് 39 മുതൽ 42 രൂപയായിട്ട് തുടരുകയാണ്. എന്നാൽ മൊത്ത വ്യാപാര നിരക്കിൽ തക്കാളി ബോക്സിന് 900 രൂപയോളമാണ് ഈടാക്കുന്നത്. പ്രദേശങ്ങൾക്കും മാർക്കറ്റുകൾക്കും അനുസരിച്ച് ഈ വിലകളിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ വിലക്കയറ്റം വരാനിരിക്കുന്ന ഓണക്കാലത്തെയും ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ മലയാളികൾ. ഓണത്തിന് ഇനി 1 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പച്ചക്കറികൾക്കൊപ്പം തന്നെ അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഒരുപോലെ ഉയരുന്നതിനാൽ തന്നെ ഇത്തവണ ഓണസദ്യ തയ്യാറാക്കുമ്പോൾ പോക്കറ്റ് കീറുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ കർഷകർക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിക്ക് ജൂലൈ 15-ാം തീയതി രാവിലെ 11 മണിക്ക് തുടക്കമാകുന്നതാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇലക്ട്രിക് മോട്ടോറുകൾ, അതോടൊപ്പം തന്നെ മറ്റ് യന്ത്രവൽകൃത മോട്ടോറുകൾ, കൃഷി അനുബന്ധ മേഖലകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാം. വിലയുടെ പകുതി തുക കർഷകൻ മുടക്കുമ്പോൾ ബാക്കി പകുതി തുക അത് സർക്കാരാണ് സബ്സിഡിയായിട്ട് നൽകുന്നത്. കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഈ പദ്ധതിയിലേക്ക് എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതെങ്കിലും കാർഷിക സംഘത്തിലെ അംഗമാണെങ്കിൽ ഉപകരണങ്ങൾക്ക് വലിയ ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന പ്രത്യേക സ്കീമുകളുമൊക്കെ തന്നെ ഇതിലുണ്ട്. അതിനാൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപമുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. കർഷകൻ്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഫോട്ടോ എന്നിവയാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ളത്. കാർഷിക യന്ത്രങ്ങൾ വിൽക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ വഴി നമുക്ക് സൗജന്യമായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഉപകരണത്തിൻ്റെ കർഷക വിഹിതം അത് കൃത്യമായി അടച്ചു വേണം രജിസ്റ്റർ ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ വകുപ്പ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് സ്കീം പ്രജ്വല. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന കോഴ്സുകൾ, സ്കിൽ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്നവർക്കും ഇതൊരു വലിയ സാമ്പത്തിക ധനസഹായമാണ്. APL, BPL വ്യത്യാസമില്ലാതെ കുടുംബവാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 1000 രൂപ വീതം 1 വർഷത്തേക്ക് ആകെ 12,000 രൂപയാണ് ഈ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുക.
ഉദ്യോഗാർത്ഥികളുടെ പഠന ചെലവുകൾക്കും യാത്രാക്കൂലിക്കും ഒക്കെ ഈ ഒരു തുക ഏറെ പ്രയോജനപ്പെടും. മുൻപ് 5 ലക്ഷം പേർക്ക് ധനസഹായം നൽകാൻ ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരും അതിൽ തന്നെ പകുതിയോളം ഗുണഭോക്താക്കളുമുണ്ട്. പദ്ധതി നിർത്തിവെച്ചേക്കുമെന്ന ആശങ്കകൾക്ക് വിരാമമിട്ട് പുതിയ സർക്കാരും ഈ പദ്ധതി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിശ്ശിക തീർക്കലും അതോടൊപ്പം തന്നെ പുതിയ അപേക്ഷകൾ സ്വീകരിക്കലും സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായുള്ള തുക ബജറ്റിൽ വകയിരുത്തി കഴിഞ്ഞു. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രേഖകൾ കൃത്യമായി പരിശോധിച്ച് അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണനിലവാരം ഉയർത്താനായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല അരി വിപണിയിലേക്ക് എത്തുന്നതാണ്. പച്ചരിയിലെ നുറുങ്ങിൻ്റെ അളവ് 25% നിന്ന് 10%, പുഴുക്കലരിയിൽ ഇത് 16% നിന്ന് 6% കുറച്ചാണ് ഗുണനിലവാരം ഉറപ്പാക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ തന്നെ കാരണം കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതം അത് കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇനി മുതൽ മഞ്ഞ കാർഡുകൾക്ക് 1 ലിറ്ററും മറ്റു കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം നീല വെള്ള റേഷൻ കാർഡുകളിൽപ്പെട്ട അർഹരായിട്ടുള്ള ആളുകൾക്ക് BPL പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനായിട്ട് ജൂലൈ 17-ാം തീയതി വെള്ളിയാഴ്ച വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർ, ആദായ നികുതി അടയ്ക്കുന്നവർ, 25,000 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ വരുമാനമുള്ളവർ, സ്വന്തമായി കാറോ 1000 സ്ക്വയർ ഫീറ്റിനും കൂടുതൽ വിസ്തീർണമുള്ള വീടോ ഉള്ളവർ എന്നിവർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. കൂടാതെ ട്രോളിംഗ് നിരോധനം പ്രമാണിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മാസം സൗജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതത്തിൽ മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാറ്റമില്ലെങ്കിലും നീല കാർഡുകാർക്ക് സാധാരണ അരിക്ക് പുറമെയായിട്ട് 3 കിലോ ഗോതമ്പും 4 കിലോ ആട്ടയും ലഭിക്കുന്നതാണ്. വെള്ള കാർഡുകാർക്ക് ഗോതമ്പ് ഉണ്ടായിരിക്കില്ലെങ്കിലും പകരം 4 കിലോ അരിയും 4 കിലോ ആട്ടയും ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കാത്തിരുന്ന ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 21 സർക്കാരിൻ്റെ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഉടനടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ക്രമീകരണങ്ങൾ അനുസരിച്ച് ജൂലൈ 23, 24, 25 തീയതികളിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങളായിട്ടുള്ള 26, 27 തീയതികളിൽ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിച്ചു നൽകാനുള്ള നടപടികളും സർക്കാർ ഉടൻ സ്വീകരിക്കും. അടുത്ത മാസം 3 മുതൽ 5-ാം തീയതിക്കുള്ളിൽ തന്നെ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും കൈകളിൽ പെൻഷൻ തുക പൂർണ്ണമായും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് തികച്ചും സമാശ്വാസമേകുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കനത്ത മഴക്കാലത്ത് പ്രായമായവർ മസ്റ്ററിംഗ് ആവശ്യങ്ങൾക്കായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളിലേക്കോ ഇറങ്ങിത്തിരിച്ച് ബുദ്ധിമുട്ടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. കാരണം പുതിയ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ മസ്റ്ററിംഗ് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ പുനഃക്രമീകരണത്തിലാണ്. ഒരുപക്ഷെ ഇതിൽ വലിയ ഇളവുകളോ തീയതി നീട്ടലുകളോ ഉണ്ടായേക്കാവുന്നതിനാൽ തന്നെ സർക്കാർ പ്രഖ്യാപനം വരുന്നതുവരെ ഇത്തരം യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്നതാണ്. കൃത്യമായ അറിയിപ്പ് യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. അത്തരം അറിയിപ്പുകൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ കൃത്യമായി നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ്. അതേസമയം ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിക്കുന്ന ചില വ്യാജ വാർത്തകളുണ്ട്. അതിലാരും വഞ്ചിതരാകരുത്. 2 മാസത്തെ തുകയായിട്ടുള്ള 4000 രൂപ അത് ഈ ജൂലൈ മാസം നമുക്ക് ഒരുമിച്ച് ലഭിക്കുമെന്ന പ്രചരണങ്ങളൊക്കെ തന്നെ തികച്ചും വാസ്തവവിരുദ്ധമാണ്. ട്രഷറി നിയന്ത്രണങ്ങളും നിലവിലെ സാഹചര്യങ്ങളുമൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് പ്രതിമാസ ഗഡുവായിട്ടുള്ള 2000 രൂപ മാത്രമായിരിക്കും നമുക്ക് പതിവ് പോലെ ഈ ജൂലൈ മാസത്തിൽ മാസാവസാനത്തോടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക. ഇനി വരാനിരിക്കുന്ന ഓണക്കാലത്ത് അത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഒരുപക്ഷെ നമുക്ക് 2 മാസത്തെ ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമോ അതോ ഇനി പ്രത്യേക അലവൻസുകളോ കുടിശ്ശിക തീർക്കലുകളോ ഒക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അത് വരും ദിവസങ്ങളിലെ ക്യാബിനറ്റ് തീരുമാനങ്ങൾക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ട് നമുക്കൊരു വ്യക്തത കൈവരിക്കാൻ സാധിക്കൂ. നിലവിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ലാത്തതിനാൽ തന്നെ ഈ സാഹചര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ല. ജൂലൈ 11 ശനിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ ജൂലൈ 12 ഞായറാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,230 രൂപയിലും പവന് 1,05,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.